മാഷ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്നൊരു ചിന്ത ഇതായിരുന്നു. എൻ്റെ കല്യാണത്തിന് എൻ്റെ കുറി അടിക്കണം, അത് മലയാളത്തിൽ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വാശി പിടിക്കുകയും ഞാൻ കുറി മലയാളത്തിൽ തന്നെ അടിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെ മലയാളത്തിൽ കുറി അടിച്ച ഞാൻ എൻ്റെ മോതിരത്തുമ്മേ ഇംഗ്ലീഷിൽ പേരെഴുതിയപ്പോഴാണ് ഞാൻ ചിന്തിച്ചു. സത്യം പറഞ്ഞില്ല, ഞാൻ മലയാളത്തിൽ കുറി അടിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചു, മലയാളത്തിൽ നിന്ന് കുറി അടിച്ചു. പക്ഷെ മോതിരത്തിൽ മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് എൻ്റെ പേര് കിടക്കുന്നത്. സത്യം സത്യം പറഞ്ഞു എന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ മാഷ് സംസാരിച്ചപ്പോൾ ചിന്തിച്ചത്, ഭാഷയോടുള്ള എൻ്റെ ആ ഒരു സ്നേഹം അത് പൂർണ്ണമായിരുന്നോ എന്നൊരു സന്ദേഹം മാഷ പ്രസംഗം കഴിഞ്ഞപ്പോൾ എനിക്ക് പോലും തോന്നി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ആഘോഷവേളകളിൽ അങ്ങനെ ചില ചെറിയ ചിന്തകളെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ ബാങ്കിന് ഇത്തവണ കേരളപ്പിറവി ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, മുറിഞ്ഞ് മൂന്നായി കിടന്നിരുന്ന പ്രദേശങ്ങളെ നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ നേരത്തെ ചരടിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ കേരളം എന്ന് പറയുന്ന ഒരു ഉടുപ്പ് നമ്മൾ അണിയിച്ചു. നമ്മുടെ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ബാങ്കിന്റെ പേര് മാറി കേരള ഗ്രാമീൺ ബാങ്ക് എന്നാക്കി. ഞാൻ വിശ്വസിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് എന്നാക്കിയിട്ടുള്ള ആദ്യത്തെ കേരളപ്പിറവി ദിനാഘോഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള, വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു ദിനമായിട്ട് നമുക്ക് ഈ കൂട്ടായ്മയെ നമുക്ക് നോക്കിക്കാണാം. ഭാഷയെ സംബന്ധിച്ചും സംസ്കാരത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ മാഷ് വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ വളരെ കരുത്തുറ്റ ഒരു അടിത്തറ ഐക്യ കേരളത്തിന് ഉണ്ടായിരുന്നു. ആ അടിത്തറയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഗ്രന്ഥാലയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തെ ആരോ മറ്റൊരു തരത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വിശേഷിപ്പിക്കും. അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് സംശയമുണ്ട് അത് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതൊക്കെ തന്നെ ഈ ഭാഷയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സംസ്കാരത്തിന്റെയും കലയുടെയും സംഗീതത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തമായിട്ടുള്ള ചില സന്ദേശങ്ങളുണ്ടായിരുന്നു. ആ സന്ദേശം നമ്മുടെ നാടിന്റെ നന്മയെ ഉദ്ദീപിപ്പിക്കുന്ന സന്ദേശമായിരുന്നു. അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ എവിടെയോ നമുക്ക് കൈമോശം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പണ്ട് നമ്മൾ പാട്ട് പാടുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാനനച്ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആ പാട്ടിന് മനോഹരമായിട്ടൊരു പ്രതിധ്വനി കൂടി ഉണ്ടായിരുന്നു. എന്താ പ്രതിധ്വനി? പാടില്ല പാടില്ല പാടേ നമ്മൾ പാടേ മാറുന്നൊന്നും ചെയ്തുകൂടാ. നമ്മുടെ ജീവിതത്തിൽ ചില അരുതാത്തുകളുണ്ട്. ആ അരുതാത്തുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ സാഹിത്യത്തിലൂടെ, സംഗീതത്തിലൂടെ സമൂഹത്തിന് ഒരു സന്ദേശം അത് കൈമാറുന്നുണ്ടായിരുന്നു, അല്ലേ? ആ പാട്ട് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ പാട്ട് മാറി വേറെ തരത്തിലാണ്. താമസം എന്തേ സഖി നീ വരുവാൻ എന്നായിട്ട് പാട്ട് മാറി, അല്ലേ? ആ പാടില്ല എന്നുള്ളത് മാറി സമൂഹത്തിന് കൊടുത്ത മറ്റൊരു സന്ദേശം താമസം എന്തേ സഖി നീ വരുവാൻ എന്നാണ് പാട്ട് മാറിയത്. ഇപ്പോഴത്തെ പാട്ടുകളുടെ സന്ദേശം എന്താണ്? ഡാഡി മമ്മി വീട്ടിലില്ല, ഇല്ലേ? ശരിയല്ലേ? പാടില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പാടാം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്കാരത്തെ നമ്മൾ മാറ്റിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു മാറ്റമാണ്. ഇത് കേവലം പാട്ടുകളിൽ മാത്രമല്ല വന്നിട്ടുള്ളത്, നമ്മുടെ സമൂഹത്തിലെ എല്ലാ വ്യവഹാരങ്ങളിലും ഇത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെ? പണ്ടൊക്കെ നമ്മൾ പാടുമായിരുന്നു, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് മനോഹരമായിട്ടുള്ള കവിവാക്യം നമ്മുടെ മനസ്സിലേക്ക് വരും. ഇപ്പൊ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയൊക്കെ പരസ്യവാചകങ്ങളാണ്. സിനിമാ നടന്മാരും സിനിമാ നടികളൊക്കെ തന്നെ സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പരസ്യത്തിലാണ് അഭിനയിക്കുന്നത്. ആ പരസ്യങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണ്? രാവിലെ നേരം വെളുക്കുമ്പോൾ മോഹൻലാൽ നമ്മളോട് പറയും, എന്താ പറയുന്നത്? പരിശുദ്ധമായിട്ടുള്ള സ്വർണത്തെ പറ്റിയിട്ടാണ് മോഹൻലാൽ നമ്മളോട് പറയാനുള്ളത്. ഉച്ചയാവും ഇതേ മോഹൻലാൽ നമ്മളോട് പറയുന്നു, വീട്ടിൽ സ്വർണം വച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുന്നത്. വൈകിട്ടാവുമ്പോൾ മോഹൻലാൽ എന്താ പറയുന്നത്? വൈകിട്ട് എന്താ പരിപാടി? രാവിലെ വാങ്ങിക്കുന്ന പരിശുദ്ധമായിട്ടുള്ള സ്വർണം ഉച്ചതിരിഞ്ഞ് കൊണ്ടുപോയി പണയം വെച്ച് വൈകിട്ട് മദ്യശാലകളിൽ എങ്ങനെ വിനിയോഗിക്കുമെന്ന നമ്മൾ അറിയാതെ
നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സംസ്കാരത്തെ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നാം അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിമപ്പെടാനുള്ള കാരണം? നേരത്തെ മാഷ് സൂചിപ്പിച്ചു, എല്ലാ ഭാഷകളിൽ നിന്നും എല്ലാ സംസ്കാരങ്ങളിലും നന്മയെ സ്വീകരിച്ച ഒരു പൈതൃകമാണ് നമുക്കുണ്ടായിരുന്നത്. തുറന്ന മനസ്സായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എല്ലാത്തിലെയും നന്മകൾ കണ്ടെത്താനുള്ള ഒരു മനസ്സ്. ഇപ്പൊ നമ്മുടെ മനസ്സ് ചെയ്യുന്നത് എവിടെയാണ് തിന്മ, അതിന്റെ പിന്നാലെ നമ്മൾ പരക്കം പായും. ഇപ്പൊ ഇവിടെ ഞാൻ നീട്ടുന്നില്ല, അതിന്റെ പിന്നാലെ പരക്കം പായുകയാണ്. ഒരു ചെറിയ കാരണം ഞാൻ പറയാം. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകില്ലേ? കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ അണിഞ്ഞൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ ചെയ്യും, പുത്തൻ വസ്ത്രങ്ങളൊക്കെ ഇട്ട് പോകും. പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും പ്ലാവിന്റെ മുകളിൽ നിന്ന് ഒരു കാക്ക കാഷ്ടിച്ച് നമ്മുടെ മേത്തക്കൂടെ ഇടും. നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അപ്പോഴാണ് യഥാർത്ഥ മലയാളിയുടെ സ്വഭാവം പുറത്തു വരാം. രാമനാഥ് മാഷൊക്കെ മാറി നിൽക്കേണ്ടി വരും. മലയാള ഭാഷയ്ക്ക് ഇത്രയേറെ പദാവലികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകില്ലേ? ഗുണ്ടട്ട് പോലും മാറി നിൽക്കേണ്ടി വരും. അത്രയേറെ ഗവേഷണ ബുദ്ധിയോടുകൂടി ആ കാക്കയെ ശകാരിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ മലയാള പദാവലികൾ, പുതിയ പുതിയ വാക്കുകൾ നമ്മൾ ഈ ഭാഷയ്ക്ക് സംഭാവന ചെയ്യുന്നവരായിട്ട് മാറും അല്ലേ? നിങ്ങൾ നോക്കൂ, ഇതേപോലെ രണ്ട് വ്യക്തികൾ നടന്നു പോവുകയാണ്. രണ്ടുപേരുടെയും മേത്ത് കാക്ക കാഷ്ടിച്ചിട്ടു. ഒരാൾ ഇതുപോലെ തന്നെ ഒരുപാട് പുതിയ പദാവലികൾ, നമുക്ക് കേൾക്കാവുന്നതും കേൾക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് പദാവലികൾ സംഭാവന ചെയ്തു. പക്ഷേ മറ്റേയാൾ ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു കേൾക്കണം? അയാൾ പറഞ്ഞത്, പശുവിന് പറക്കാൻ കഴിയാത്തത് എൻ്റെ ഭാഗ്യം. പശുവിന് പറക്കാൻ കഴിയാത്തത് എൻ്റെ ഭാഗ്യം. പ്രിയമുള്ളവർ, നമ്മുടെ മനസ്സ് തുറന്നു നമ്മൾ ചിന്തിക്കുക. കാര്യങ്ങളിലെ നന്മകളെ കാണാൻ, മനുഷ്യരിലെ നന്മയെ കാണാൻ നമുക്ക് കഴിയണം. ആ കഴിവ് നമുക്ക് എവിടെയോ കൈമോശം വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. മലയാളിയുടെ മഹത്തായ സംസ്കാരം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നന്മയോടൊപ്പം സഞ്ചരിക്കുക, നന്മയെ സ്വീകരിക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ നന്മകളെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ച് അതിനെ സ്വായത്തമാക്കുന്ന ഒരു സാംസ്കാരിക പൈതൃകമാണ് കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അത് ഭാഷയായാലും സാഹിത്യമായാലും സംഗീതമായാലും കലയായാലും വ്യാപാരമായാലും എന്തൊക്കെ തന്നെയായാലും ആ നന്മയെ സ്വീകരിക്കുന്ന മനസ്സിനെ, മലയാളിയുടെ പച്ചയായ മനസ്സിനെ തിരിച്ചു പിടിക്കാനുള്ള അവസരങ്ങളായി ഇതുപോലുള്ള കേരളപ്പിറവി ദിനാഘോഷങ്ങൾ മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിൽ കൂടി ഈ സമയം അതിന് അനുയോജ്യമല്ല എന്നുള്ളത് ഞാൻ അതിലേക്ക് ഒന്നും കടക്കാതെ മലയാളിയുടെ മനസ്സ് നിറഞ്ഞ ഈ കേരളപ്പിറവി ദിനാഘോഷത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ പങ്കുചേരുകയാണ്. മലയാളിയുടെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.